ന്യൂസ് 16 കേരള. പൈലറ്റും ക്രൂവും 110 യാത്രക്കാരും എല്ലാം വനിതകൾ. ഇറാനിൽ ആദ്യ വനിതാ വിമാനമായ ഇറാൻ ഭാനു പറന്നിറങ്ങി. ഇറാനിൽ ചരിത്രം കുറിച്ച് ആദ്യ വനിതാ വിമാനം പറന്നിറങ്ങി. ഇറാൻ ഭാനു, ഇറാൻ ലേഡി എന്ന് പേരിട്ടിരിക്കുന്ന അസമാൻ എയർലൈൻസിന്റെ വനിതാ വിമാനം ഇറാനിലെ മഷാദിലെ ഹാഷെമി നെജാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ചരിത്രം കുറിച്ച് പറന്നിറങ്ങിയത്. ഇതോടെ ഇറാൻ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നിമിഷം അടയാളപ്പെടുത്തപ്പെട്ടു. ഇറാനിലെ ആദ്യ വനിതാ പൈലറ്റ് ക്യാപ്റ്റൻ ഷെഹ്റസാദ് ഷംസാണ് വിമാനം പറത്തിയത്. വിമാനത്തിൽ 110 വനിതാ യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇറാന്റെ വ്യോമയാന ചരിത്രത്തിൽ ഇതാദ്യമായാണ് വനിതാ യാത്രക്കാരും ജീവനക്കാരും മാത്രമുള്ള ഒരു വിമാനം മഷാദിൽ ഇറങ്ങുന്നതെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെയും ഭാര്യ ഖദീജയുടെയും മകളായ ഹസ്രത്ത് ഫാത്തിമ സഹ്റയുടെ ജന്മദിനമായ ഡിസംബർ 22-ന് വിമാനം മഷാദിലെ ഹാഷെമി നെജാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയത്. ഈ ദിവസമാണ് ഇറാനിൽ മാതൃദിനമായും വനിതാ ദിനമായും ആഘോഷിക്കുന്നത്. 8ാമത്തെ ഷിയ ഇമാമായ ഇമാം റസയെ ഖബറടക്കിയ പള്ളി സന്ദർശിക്കാനായി പോയ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ സ്ത്രീകളാണ് വിമാനത്തിലെ യാത്രക്കാരായി ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാനിലെ വ്യോമയാന മേഖലയിൽ വനിതാ പൈലറ്റുമാരുടെ എണ്ണത്തിൽ അടുത്ത കാലത്ത് വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ ഇപ്പോഴും തൊഴിൽപരമായി ന്യൂനപക്ഷമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2019 ഒക്ടോബറിലാണ് ആദ്യമായി ഇറാനിൽ വനിതാ പൈലറ്റുമാർ വിമാനം പറത്താൻ ആരംഭിച്ചത്. വനിതാ പൈലറ്റ് നിഷാദ് ജഹൻധാരിയും സഹ പൈലറ്റ് ഫൊറോസ് ഫിറാസിയും വാണിജ്യ യാത്രാ വിമാനം പറത്തിയ രാജ്യത്തെ ആദ്യത്തെ വനിതാ പൈലറ്റുകളായി. ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളം കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ വിമാനത്താവളമാണ് മഷാദ് വിമാനത്താവളം. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.